നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് SBI CDM മെഷീനിൽ ഉപയോഗിച്ച് എങ്ങനെ അനായാസമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് SBI CDM മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന് ATM കാർഡ് ഉപയോഗിച്ച്, രണ്ട് ATM കാർഡ് ഉപയോഗിക്കാതെ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെ ATM കാർഡ് ഇല്ലാതെ തന്നെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായി മനസ്സിലാക്കുക. അപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 1 സെക്കൻഡ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം തന്നെ CDM മെഷീനുള്ള ATM കൗണ്ടറിൽ പോവുക. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് CDM മെഷീനുള്ള SBI ATM കൗണ്ടറിൽ പോവുക. SBI ATM മെഷീൻ സെപ്പറേറ്റ് ആണ്, അതുപോലെ തന്നെ CDM മെഷീൻ സെപ്പറേറ്റ് ആണ്. അതായത് CDM മെഷീൻ എന്ന് പറയുന്നത് ക്യാഷ് ഡിപ്പോസിറ്റ് മെഷീൻ. അപ്പോൾ ആ ഫെസിലിറ്റി ഉള്ള നിങ്ങളുടെ അടുത്തുള്ള ATM കൗണ്ടറിൽ പോവുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ അകത്ത് താഴെയായിട്ട് കാർഡ്ലെസ് ഡിപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയും ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ. നിങ്ങൾക്ക് 3 ലാംഗ്വേജ് ഉണ്ട്: ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോട് പറയും 10 ഡിജിറ്റുള്ള മൊബൈൽ നമ്പർ എൻട്രി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അപ്പം ആ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻട്രി ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ മൊബൈൽ നമ്പർ എൻട്രി ചെയ്തതിന് ശേഷം പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയും അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാൻ. ഇവിടെ കറണ്ട് ഉണ്ട്, സേവിങ്സ് ഉണ്ട്. നമ്മൾ സേവിങ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയും 11 ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ, അതായത് ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, നിങ്ങൾക്ക് പൈസ SBI CDM മെഷീനിൽ നിന്ന് ഒന്നുകിൽ നിങ്ങളുടെ സ്വന്തം SBI അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാളുടെ SBI അക്കൗണ്ടിലേക്കോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അതർ ബാങ്ക്, അതായത് പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, HDFC, ICIC, ഇങ്ങനെയുള്ള ഒരു ബാങ്കിലേക്കും നിങ്ങൾക്ക് SBIയുടെ CDM മെഷീനിൽ നിന്ന് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, SBIയിൽ നിന്ന് SBIയുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് അതർ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി, NEFT അല്ലെങ്കിൽ RTGS ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ അനായാസമായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ SBI യോനോ യൂസ് ചെയ്യാമെന്നും എല്ലാം ഞാൻ ഈ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ അവസാനവും എല്ലാം കിട്ടുന്നതാണ്. അതും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും നിങ്ങളുടെ ഡീറ്റെയിൽസ് ആവും, ആ അക്കൗണ്ട് ഡീറ്റെയിൽസും പേര്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതാണ് ഈ സമയത്ത്. അപ്പം ആ മിനി സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ പേര്, അതുപോലെ ട്രാൻസാക്ഷൻ ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, കാർഡ്ലെസ് ആയിട്ട് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പെർ ട്രാൻസാക്ഷന് ഏകദേശം GST, ട്രാൻസാക്ഷൻ ചാർജ് എല്ലാം കൂടെ കൂട്ടി ഏകദേശം 25 രൂപ അവർ പിടിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാർഡ്ലെസ് ആയിട്ട് ഏകദേശം 49,000 രൂപയാണ് നമുക്ക് ലിമിറ്റ് ഉള്ളത്. അത്രയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് പറയും അക്സെപ്റ്റബിൾ ഡിനോമിനേഷൻ. നിങ്ങൾക്ക് 100ൻ്റെ നോട്ടും ഇവിടെ വെച്ച് കൊടുക്കാം, 200ൻ്റെയും 500ൻ്റെയും 2000ൻ്റെയും ഒക്കെ വെക്കാം. ഒരിക്കലും 10ൻ്റെയോ 50ൻ്റെയോ ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് അടുക്കി, ഈ മെഷീൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്, അതിൻ്റെ അതായിട്ട് അടുക്കി കറക്റ്റായിട്ട് പൈസ വെച്ച് കൊടുക്കുക. ഒരു ചുളുക്കോ ഒന്നും ഉണ്ടാകരുത്. അപ്പോൾ അത് വെച്ചതിന് ശേഷം ഇവിടെ എൻ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് കിട്ടുന്നതാണ്, പ്ലീസ് വെയിറ്റ് വാലിഡേറ്റിംഗ് ക്യാഷ് എന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് കൗണ്ട് ചെയ്യുന്നതായിട്ട് സൗണ്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും നോട്ടിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് തരുന്നതാണ്. അപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുനിന്ന് മെഷീനിൽ നിന്ന് നമ്മൾ എടുക്കുക.
അപ്പം ഇത് എണ്ണി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെ സമ്മറി കാണിക്കും. അതായത് നിങ്ങളുടെ എത്ര രൂപയുടെ എത്ര നോട്ടുണ്ട്, ഇത്ര രൂപയുടെ ഇത്ര നോട്ടുണ്ട് എന്നത് ഒരു സമ്മറി കാണിക്കും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റാണോ, നിങ്ങൾ വെച്ച ടോട്ടൽ എമൗണ്ട് കറക്റ്റാണോ എന്ന് നോക്കാം. ഞാനിവിടെ 2000-ൻ്റെ 5 നോട്ടും 500-ൻ്റെ 2 നോട്ടുമാണ് വെച്ചത്. അപ്പം 10,000-ഉം 1000-ഉം കൂടെ കൂട്ടി ടോട്ടൽ 11,000 രൂപയാണ്. അപ്പോൾ ഇനി 11,000-ൽ കൂടുതൽ എനിക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ ആഡ് മോർ ക്യാഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ കൺഫേം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ്. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതാണ്. അതൊന്ന് കയ്യിൽ സൂക്ഷിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനായാസമായിട്ട് കാർഡ്ലെസ്സായിട്ട് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് SBIയിൽ നിന്ന് SBI അക്കൗണ്ടിലേക്ക്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ